വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം എന്ന് തോന്നിയത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് തോന്നി നമുക്ക് എന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി വെച്ചാൽ. വലിയ പണിയൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ മതി. ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെക്കുക, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാട്ടോ. എന്നിട്ട് നമ്മൾ പച്ചമുളക്, ചെറിയുള്ളി, ഇഞ്ചി, പിന്നെ വേണമെങ്കിൽ മാത്രം കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ചതച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒന്ന് വാടിയൊക്കെ വന്നു കഴിയുമ്പം കുറച്ച് തക്കാളി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആ നെയ്യിലിട്ടൊന്ന് വാട്ടിയെടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. സാധനങ്ങൾ ഇടുക, അതാണ് മെയിൻ സാധനം. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിന്റെ അരിയാണ് കേട്ടോ. ഇനി വാടിക്കെടുക്കുന്ന സാധനത്തിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് ചൂടായി തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മൾ അരിയൊക്കെ ഒന്ന് കഴുകുകയാണ് കേട്ടോ. 2-3 വട്ടം കഴുകുക. അതിനുശേഷം നമ്മൾ കുക്കറിലേക്ക് കഴുകി അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് എസെൻസ് ഒഴിക്കണം, നല്ല മണമായിരിക്കും. അപ്പോൾ ഞാനിവിടെ പൈനാപ്പിൾ എസെൻസ് ആണ് ഒഴിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ മതി. അത് വെള്ളത്തിലൊന്ന് കലക്കിയിട്ടൊന്ന് ഒഴിച്ച് അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ് ബിരിയാണി വെക്കാൻ. ഇത്ര സിമ്പിളാണ്. പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വെക്കുന്നത്. അത് മാത്രമല്ല ഗൈസ്, നമുക്ക് കുറച്ച് സവാള, കുറച്ച് കാഷ്നട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മുകളിലിടണം നല്ലതാണ് കേട്ടോ. ബട്ട് എനിക്ക് സവാള ഇടുന്നതിനോട് അത്ര താല്പര്യമില്ല. പിന്നെ അമ്മ പറഞ്ഞു ബിരിയാണി ആകുമ്പോൾ സവാളയൊക്കെ മുകളിലിടണം, അതുകൊണ്ട് ഇട്ടതാണ്. പിന്നെ കുറച്ച് മല്ലിയുള്ളിയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ബിരിയാണി. ഗൈസ് നമ്മൾ സക്സസ്ഫുള്ളി തട്ടിക്കൂട്ട് ബിരിയാണി വെച്ചിരിക്കുന്നത്. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ് ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കണോണ്ടായിരിക്കാം. ഇനിയിപ്പോൾ ശീലമായിക്കോളല്ലോ. കുറച്ച് ബിരിയാണി, കുറച്ച് ചിക്കൻ, കുറച്ച് അച്ചാർ, മാങ്ങച്ചാർ. ആഹാ, എന്ത് ടേസ്റ്റാന്നറിയോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ചൊരു ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറയിപ്പിക്കണ വരെ ഞാൻ അവരോട് ചോദിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അപ്പനമ്മ അവസാനം ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായി. അപ്പൊ വെക്കേഷൻ തീരാറായപ്പോഴാണ് കേട്ടോ തലേക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധി ഉദിക്കുന്നത്. ഇനി നമുക്ക് ഫുഡിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലായിട്ട് വീണ്ടും വരും. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റാ.